ഏവർക്കും മലബാർ വിക്കിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ചെറിയൊരു ക്രാഫ്റ്റ് പരിപാടിയാണ്. അതായത് ഒരു സ്റ്റിയറിംഗ് വീല്. ഇപ്പോൾ നമ്മൾ മൊബൈലിലെല്ലാം ഗെയിം കളിക്കുമ്പോൾ നമുക്ക് ഹാൻഡിൽ ചെയ്തുകൊണ്ട് കളിക്കാൻ പറ്റുന്ന ഒരു സ്റ്റിയറിംഗ് വീല് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. അപ്പോൾ അതിൻ്റെ ടൂൾസൊക്കെയാണ്. അത്യാവശ്യം നമുക്ക് വേണ്ട കത്തിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. മുറിക്കാനും കട്ട് ചെയ്യാനൊക്കെ ആവശ്യമുണ്ട്. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കാർട്ടൺ ബോക്സ്, പേസ്റ്റ് ബോർഡ് എന്ന് പറയും, കാർട്ടൺ ബോക്സ് എന്ന് പറയും, കാർഡ് ബോർഡ് എന്ന് പറയും, എന്നും പറയാം, കട്ടി പേസ്റ്റ് ബോർഡ് എന്നും പറയും. അപ്പോൾ ഈ സാധനത്തിലാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ പഴയ ഈ എന്തെങ്കിലും നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിയ മിക്സി അങ്ങനെ ഐറ്റംസൊക്കെ വാങ്ങിയ പേപ്പർ കിടപ്പുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ സാധനമൊക്കെ ലാസ്റ്റായിട്ട് ഉപയോഗിച്ചത്. പിന്നെ അതൊക്കെ നിർത്തി. അപ്പോൾ ഇതെടുത്തിട്ട് നമ്മൾ ഏകദേശം നമുക്ക് സ്റ്റിയറിംഗ് വീലിന് അത്യാവശ്യം വേണ്ടത് ഒരു റൗണ്ട് സാധനം വേണം. അപ്പോൾ അത് ഒരു ചെറുതാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് ഇങ്ങനെ കാർട്ടൺ ബോക്സിൽ ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കും. ഇതിൻ്റെ ഒപ്പം ഞാനും തിരിയേണ്ട അവസ്ഥയാണ്. ഇത് ഒരെണ്ണം പോരാട്ടെ, രണ്ടെണ്ണം വേണം. അപ്പോൾ ഇതൊരെണ്ണം നമ്മളിത് വരച്ച് ഒന്നുകൂടി ഒന്ന് ഷാർപ്പാക്കി കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇച്ചിരി സിമ്പിളായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരെണ്ണം പോരാ, നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരെണ്ണം കൂടി കൊടുക്കണം. ഇപ്പോൾ സ്റ്റിയറിങ്ങിന് ചെറിയൊരു കട്ടി നമുക്ക് പിടിക്കാൻ ഹാൻഡിൽ ചെയ്യാനൊക്കെ ചെറിയൊരു കനം വേണം. അപ്പോൾ അതിന് നമുക്ക് ഒരെണ്ണം കൂടി ചെയ്യണം. അപ്പോൾ നമ്മൾ റഫായിട്ട് ഒരെണ്ണം കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ആ സ്റ്റിയറിങ്ങിൽ കാണുന്ന ചെറിയൊരു ബാർ നമ്മൾ കാണുമല്ലോ, നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ആ ഒരു ഷേപ്പ് നമുക്ക് കിട്ടിക്കോളും. അപ്പോൾ നമ്മൾ റഫായിട്ടൊന്ന് വരച്ച് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റിയറിങ്ങിന് വേണ്ട വീല് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇതൊന്ന് ഒട്ടിച്ചെടുക്കും. ഒരു ലെവൽ വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കും. അപ്പോൾ ഇനി ഇത് നമുക്ക് ഫിക്സ് ചെയ്യേണ്ട ഒരു ബേസ് വേണം, ഒരു സ്റ്റാൻഡ് പോലെ നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് നമ്മൾ ലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇതിന് നമ്മൾ ഇതിൻ്റെ ഒരു ബേസ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പീസ് നമുക്കത് ഇവിടുന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നമ്മൾ ബേസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വരുന്ന രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നത്. അതായത് നമ്മുടെ ഇവിടെ നമ്മൾ സ്റ്റിയറിംഗ് സെറ്റ് ചെയ്യും. പിന്നെ ഈ ഗ്യാപ്പ് രണ്ടും നമ്മൾ ഫില്ല് ചെയ്യണം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഒരു ബലം കിട്ടത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടി കളിക്കും. അപ്പോൾ അതിന് നമ്മുടെ സ്റ്റിയറിംഗ് വീലിന് വെക്കേണ്ട ആ ഒരു സപ്പോർട്ടിനായിട്ട് വെക്കുന്ന ബേസിന് സപ്പോർട്ടിന് വെക്കുന്ന ആ രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ലാസ്റ്റ് ഒരുമിച്ച് ഒട്ടിക്കാം. അപ്പോൾ ഇനി വേണ്ടത് നമ്മുടെ ഫോൺ നമ്മൾ ഹാങ് ചെയ്യുന്ന ആ ഒരു ബോക്സ് ഉണ്ട്, ചെറിയൊരു ബേസ് ഉണ്ട്. അതിനെ വെക്കുന്ന ഒരു സ്റ്റാൻഡ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഏകദേശം നമ്മൾ ഈ ഒരു നീട്ടമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക ആദ്യം. അപ്പോൾ നമ്മുടെ ഈ ഭാഗത്തായിട്ടാണ് നമ്മൾ സ്റ്റിയറിംഗ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റിയറിംഗ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് നമ്മൾ അതിൻ്റെ സ്റ്റിയറിംഗ് വെക്കുന്നതിൻ്റെ ആ ഒരു സ്റ്റംസ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇത് ഫസ്റ്റ് നമ്മൾ ആദ്യം ഒരു ചെറിയ ഒരെണ്ണം സെറ്റാക്കണം. ഇതിൻ്റെ മുകളിൽ ഇത് റൗണ്ട് ഷേപ്പിൽ നമ്മൾ ഒട്ടിച്ചെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഇതേപോലെ തന്നെ
വേറൊരു പീസ് കൂടി വെച്ചിട്ട് ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ട്, അതായത് ഇത് അകത്ത് കിടന്ന് തിരിയുന്ന രീതിയിൽ നമ്മളിത് ഒട്ടിച്ച് റെഡിയാക്കി എടുക്കണം. ആ രീതിയിൽ സെറ്റാക്കണം. അപ്പോൾ ഇവിടെ ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് വെച്ച് നമ്മൾ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ സ്റ്റിയറിങ്ങിൻ്റെ സ്റ്റംപ്സ് വെക്കാനുള്ള ആ ഒരു ഹോള് നമ്മളിവിടെ ഇടുകയാണ്. അപ്പോൾ ഈ ഭാഗത്തായിട്ട് നമ്മൾ ആ വെക്കുന്ന ആ സ്ഥലം എടുത്തിട്ട് വെച്ചിട്ട് റൗണ്ട് ആ റൗണ്ട് നമുക്കിവിടെ ലൈൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി നമ്മുടെ ഗെയിം കളിക്കുന്ന സ്ക്രീൻ, അതായത് ഫോണാണ് ഉദ്ദേശിക്കുന്നത്, അപ്പോൾ അത് വെക്കാനായിട്ട് നമ്മൾ എന്താക്കുക, അതിനൊരു ബേസ് ഉണ്ടാക്കിയെടുക്കണം, ഒരു ഫ്രെയിം ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് മുന്നേ ഈ ഒരു അളവെടുത്ത് ഇതൊന്ന് മുറിച്ച് റെഡിയാക്കണം. ഇത് നമുക്ക് ഒരു ലെയർ പോരാ, നമുക്ക് ഇപ്പോൾ ഏകദേശം ഒരു 3 ലെയർ നമുക്ക് എടുക്കണം. അപ്പോൾ ഇതേപോലെ തന്നെ അടുത്തത് നമ്മുടെ ഫ്രെയിം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫോണ് ഹാങ് ചെയ്യാനുള്ള ഫ്രെയിമാണിത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇപ്പോൾ സ്റ്റിയറിങ്ങിൻ്റെ ബേസെല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കാം. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഭാഗങ്ങളെല്ലാം ഒട്ടിക്കണം. അപ്പോൾ നമ്മുടെ ആ ഒരു സ്റ്റിയറിംഗ് സിസ്റ്റം, ഗെയിമിംഗ് സിസ്റ്റം ഏകദേശമൊക്കെ ഒന്ന് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. കാര്യം ലൈറ്റിൻ്റെ ചെറിയൊരു വിഷയം വരുന്നതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഒന്ന് സെറ്റ് ചെയ്തു. അപ്പോൾ നമ്മളതൊന്ന് പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് നമ്മുടെ ഈ ബോഡീസ് എല്ലാം നമ്മൾ സെറ്റ് ചെയ്യുന്നത് നമ്മൾ കാണിച്ചായിരുന്നു. അതിനുശേഷം നമ്മളിവിടെ ഇതേപോലെ രണ്ട് മറ്റേ നമ്മുടെ ഈർക്കിൽ അങ്ങനെ എന്തെങ്കിലും
സ്റ്റംപ്സ് പോലത്തെ എന്തെങ്കിലും സാധനം ഒന്ന് ഹാങ് ചെയ്യുക. പിന്നെ അതിനെ ഒന്ന് താങ്ങി നിർത്താൻ വേണ്ടിയിട്ട് താഴത്തേക്ക് നമ്മൾ ഒരു ക്ലിപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഒന്ന് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ഉറപ്പിക്കുകയാണ്. അതേപോലെ നമ്മൾ ഈ വെച്ചിരിക്കുന്ന കമ്പും കാര്യങ്ങളെല്ലാം നമ്മൾ പുറകിൽ ഗ്ലൂ ഗൺ ഒഴിച്ച് നമ്മളൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം അതിൽ നിന്നുള്ള ഈ നമ്മൾ ടോയ് നൂലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് നമ്മുടെ ഈ സ്റ്റിയറിങ്ങിൻ്റെ ഇവിടെയും ഇതേപോലെ തന്നെ 2 സ്റ്റമ്പ് ഹാങ് ചെയ്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഇത് കെട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടോ, ഇതാണ് ഇപ്പോൾ നമ്മൾ, അതായത് നമുക്ക് ഇതിൽ ഇനി ഗെയിം കൂടി കളിച്ച് നമ്മൾ കാണിച്ചു തരാം. ഇപ്പോൾ ഗൈസ് നമ്മുടെ ആ ഒരു ഗെയിമിംഗ് സിസ്റ്റത്തിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ അനിയനത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ഒരു ഐഡിയ ആണ് കേട്ടോ ഈ സ്റ്റിക്ക്. ബാക്കി വന്ന് നമ്മളിത് ഉപയോഗിച്ചതിന് ബാക്കി വന്ന സ്റ്റിക്ക് അവനിങ്ങനെ ഒരു പഴയ ടി വിയുടെയൊക്കെ ഒരു ആൻറ്റീന മോഡലൊന്ന് സെറ്റ് ചെയ്തതാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചതിനെക്കാട്ടി നന്നായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. ഞങ്ങൾ വിചാരിച്ച് ഇത്രയും പറ്റുമെന്ന് ഞങ്ങൾ ഓർത്തതല്ല. കാര്യം ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ വിചാരിച്ച് കുളമായി പോകുമെന്ന് വിചാരിച്ചാണ്. പക്ഷേ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല രീതിയിലൊക്കെ കളിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത ഇതേപോലുള്ള മറ്റ് ക്രിയേറ്റീവ് വീഡിയോസുമായി വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.